ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാകത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുന്നത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അവസാനം വരെ കാണുക, കാരണം അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കിടക്കാം. നിങ്ങളെ ആദ്യമേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി പടത്തിനെയാണ്. 2016 പുറത്തിറങ്ങിയ വൈറ്റ് ഗേൾ ആണിത്. ഇതിനെ പടമെന്നല്ല വിശേഷിപ്പിക്കേണ്ടത്, നല്ലൊരു അസൽ തുണ്ടുപടമെന്നാണ്. കാരണം അത്തരം കാഴ്ചകളാണ് ഈ പടം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. ഒരു തുണ്ടുപടത്തിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ഈ പടത്തിലും കാണിക്കുന്നുണ്ട്. മോർഗൻ സെയ്ലർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. വളരെയധികം സുന്ദരിയാണ് മോർഗൻ സെയ്ലർ. മോർഗൻ്റെ സൗന്ദര്യം അതേപോലെ തന്നെ ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ലയ എന്നൊരു കഥാപാത്രത്തിനെയാണ് മോർഗൻ അവതരിപ്പിക്കുന്നത്. നല്ലൊരു അടിപൊളി ചരക്കാണ് ലയ. പക്ഷേ അവൾ ലഹരിക്കും കളിക്കും അടിമയായിരുന്നു. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യുമായിരുന്നു. സ്വന്തം ജോലി സ്ഥലത്തിലെ ബോസിന് വരെ അവൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമയുടെ കിടപ്പ് എവിടെയാണെന്ന്. ലയയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ബ്ലൂ. ലയയും ബ്ലൂവും ആയിട്ടുള്ള ചില മാസ്മരിക രംഗങ്ങൾ ഈ ചിത്രത്തിലൂടെ നീളമുണ്ട്. അവർ തമ്മിൽ കാറിൽ വെച്ച് ചില പരിപാടികൾ നടത്തുന്നു. അത് കാർ ഡ്രൈവർ കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെ തുടങ്ങി നിരവധി സീനുകൾ ഇതിലുണ്ട്. ബ്ലൂവും ലഹരി വിൽപ്പനക്കാരനായിരുന്നു. അങ്ങനെയാണ് ബ്ലൂവും ലയയും തമ്മിൽ അടുക്കുന്നത്. ഒരിക്കൽ ബ്ലൂവിനെ ലഹരി വിൽപ്പനയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ബ്ലൂ ലയയോട് പറയുന്നു തൻ്റെ പക്കലുള്ള ലഹരി ചില ക്രിമിനൽസിന് അവകാശപ്പെട്ടതാണെന്ന്. അത് ലയ തിരിച്ചു കൊടുക്കണമെന്നും പറയുന്നു. പക്ഷേ ലയയ്ക്ക് അത് സാധിക്കുന്നില്ല. അവൾ ആ ലഹരി വിൽക്കുവാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ലയ ബ്ലൂവിനെ ജയിലിൽ ചെന്ന് കാണുന്നു. തൻ്റെ ഒരു പ്രത്യേക ശരീരഭാഗം പുറത്തു കാട്ടി അവൾ ബ്ലൂവിനെ ആവേശഭരിതരാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാം. ലയയുടെ പക്കൽ നിന്നും ആ ലഹരി വിറ്റ് കിട്ടുന്ന പൈസ നഷ്ടപ്പെടുന്നു. അതിനിടയിൽ ഒരു പാർട്ടിയുടെ സീനുണ്ട്. അത് ഒരു രക്ഷയുമില്ലാത്ത സീനാണ്. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ബ്ലൂവിനെ പുറത്തിറക്കാൻ കുറച്ച് പണം ആവശ്യമുണ്ടായിരുന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ലഹരി വിറ്റ പൈസ അതിനുവേണ്ടി ഉപയോഗിക്കാമെന്നാണ് ലയ കരുതിയത്. പക്ഷേ ആ പാർട്ടിയിൽ വെച്ച് ആ പണം നഷ്ടപ്പെടുന്നു. ബ്ലൂവിനെ പുറത്തിറക്കാൻ വേണ്ടി അവൾ അവളുടെ ബോസിൻ്റെ സഹായം തേടുന്നു. ബോസ് സഹായിക്കാമെന്ന് കേൾക്കുന്നു. പക്ഷേ അവൾ ചിലർക്ക് കിടന്നു കൊടുക്കണമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ ബോസിൻ്റെ സഹായത്താൽ അവൾ കുറച്ചധികം പണം സമ്പാദിക്കുന്നു. അവൾ അതുമായി ഒരു അഡ്വക്കേറ്റിനെ കാണുന്നു. അഡ്വക്കേറ്റ് ആകട്ടെ അവൾക്ക് കൊടുത്ത ജ്യൂസിൽ ലഹരി കലർത്തി അവളെ മയക്കി കിടത്തി പരിപാടി നടത്തുന്നു. ഉറക്കമുണർന്ന ലയയോട് നടന്നൊന്നും ആരോടും പറയേണ്ടെന്നും താൻ തന്നെ ബ്ലൂവിനെ പുറത്തിറക്കി തരാമെന്നും പറയുന്നു. അങ്ങനെ ബ്ലൂ പുറത്തിറങ്ങുന്നു. പഴയ പോലെ ലയയും ബ്ലൂവും നല്ല രീതിയിൽ പരിപാടികൾ നടത്തുന്നു. കുറേ കാലം ജയിലിൽ കിടന്നതല്ലേ, അതിൻ്റെ ഒരു ആവേശം ബ്ലൂവിന് ഉണ്ടായിരുന്നു. ലയയും ബ്ലൂവും ഒന്നിച്ച് നടക്കുമ്പോൾ ആ ക്രിമിനൽ സംഘം ആക്രമിക്കുന്നു. ഒരു സംഘടനത്തിലൂടെ ബ്ലൂ അവരെല്ലാം വകവരുത്തുന്നു. അപ്പോഴാണ് ബ്ലൂവിന് മനസ്സിലാകുന്നത് ലയ ആ മയക്കുമരുന്നുകൾ ആ അക്രമ സംഘത്തിന് തിരിച്ചു കൊടുത്തില്ലെന്ന്. അങ്ങനെ ബ്ലൂ വീണ്ടും ജയിലിലാകുന്നു. നല്ല കളികൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന ഈ സിനിമ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുമെന്ന് തീർച്ച. ഇതൊരു കളി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമയിലെ രംഗങ്ങൾ കൊണ്ട് മിക്ക പ്രേക്ഷകരുടെയും ഫേവറേറ്റ് ലിസ്റ്റോട്ട് പോകുമെന്ന് തീർച്ച. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ എനിക്ക് പരിചയപ്പെടുത്തുവാൻ പ്രചോദനമാകുന്നത്. രണ്ടാമതായി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ സ്പ്രിംഗ് ബ്രേക്കേഴ്സ് എന്നൊരു ചിത്രമാണ്. സെലീന ഗോമസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരാളുടെ അല്ല 4 പേരുടെ നഗ്നതാ പ്രദർശനമാണ് ഈ സിനിമയിലുള്ളത്. 4 കോളേജ് പെൺകുട്ടികൾ കാൻഡി, ഫെയ്ത്ത്, ബ്രിത്ത് കോട്ടി എന്നിവർ ഒരു വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ ഫെയ്ത്ത് എന്ന കഥാപാത്രത്തെയാണ് സെലീന ഗോമസ് അവതരിപ്പിക്കുന്നത്. സെലീന ഗോമസിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നല്ല അടിപൊളി പാട്ടുകൾ പാടുന്ന പാട്ടുകാരിയാണവൾ. ഇതിനോടകം വളരെ പ്രശസ്തമായ പല ആൽബങ്ങളും അവൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാൻഡി, ഫെയ്ത്ത്, ബ്രിഡ് കോട്ടി എന്നിവർ വെക്കേഷൻ ട്രിപ്പ് പോകാൻ തീരുമാനിക്കുന്നു. നല്ല അടിപൊളി കളികളും ലഹരികളും പ്ലാൻ ചെയ്തായിരുന്നു അവരുടെ യാത്ര. പക്ഷേ അതിനായിട്ടുള്ള പണം അവർക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനായി അവർ ഒരു റെസ്റ്റോറൻറ്റ് കൊള്ളയടിക്കുന്നു. അങ്ങനെ അവർ പണം സ്വരൂപിച്ച് യാത്ര ആരംഭിക്കുന്നു. ആ യാത്രയിൽ നിരവധി ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപയോഗിക്കുന്നു.
സുഖം കണ്ടെത്തുന്നതിനായി അവർ പ്ലേ ബോയ്സിനെ വാടകയ്ക്കെടുക്കുന്നു. അങ്ങനെ ലഹരികളും കളികളും നിറഞ്ഞായിരുന്നു അവരുടെ യാത്ര. ആ യാത്രക്കിടയിൽ അവർ ഒരു പാർട്ടിയിലേക്ക് ചെല്ലുന്നു. ലഹരികളും കളികളുമായി അവരവിടെ മതിമറന്ന് ഉല്ലസിക്കുന്നു. നിരവധി അടിപൊളി സീനുകൾ ആ പാർട്ടിയിലുണ്ട്. അതെല്ലാം നിങ്ങൾ സിനിമയിൽ തന്നെ കണ്ട് ആസ്വദിക്കുക. അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടാകുന്നു. ആ 4 പേരെയും പോലീസ് പൊക്കുന്നു. ജയിലിലായ അവരെ ജാമ്യത്തിലിറക്കാൻ ഒരു അധോലോക നായകൻ വരുന്നു. ഏലിയൻ എന്നാണ് അവൻ്റെ പേര്. ആ 4 പേരും അവൻ്റെ കൂടെ പോകുന്നു. പിന്നീടുള്ള കളികൾ അവർ തമ്മിലായിരുന്നു. നല്ലപോലെ മതിമറന്ന് ആർത്തുല്ലസിച്ച് അവർ 5 പേരും. അതിനിടയിൽ ഏലിയൻ അവൻ്റെ ആയുധ ശേഖരണവും പണവും കാണിക്കുന്നു. അതെല്ലാം കണ്ട് അവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നു. ദിവസങ്ങൾ പോകുന്തോറും ഏലിയൻ്റെ സ്വഭാവം മാറുവാൻ തുടങ്ങുന്നു. അവൻ വളരെ ക്രൂരമായി പെരുമാറാൻ തുടങ്ങുന്നു. പയ്യെ അവർക്ക് അവനോട് ഭയമാകുന്നു. എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി അവരുടെ ചിന്ത. അങ്ങനെ അവർ അവനെ കൊല്ലുവാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവസാനം അവർ അതിൽ വിജയിക്കുന്നു. ഏലിയൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് അവർ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. നല്ല അടിപൊളി ചരക്കുകളാണ് ഈ 4 പേരും. അവരുടെ നഗ്നതാ പ്രദർശനവും പല കാമകേളികളും ഈ സിനിമയിലുണ്ട്. ഈ 4 പേർക്കും അറിയാം പ്രേക്ഷകരെ എങ്ങനെയൊക്കെ ആവേശഭരിതരാക്കണമെന്ന്. പാർട്ടിയിൽ വെച്ച് ഇവർ നടത്തുന്ന ചില പരിപാടികളാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ പടം കാണുന്ന ആർക്കും നിരാശനാകേണ്ടി വരികയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കൊറിയൻ ത്രില്ലർ ക്രൈം കളിപ്പടമാണ്. 2017 പുറത്തിറങ്ങിയ കോവറ്റ് ഐലൻഡ് ഓഫ് ഡിസയർ എന്ന ഈ പടത്തിൽ പല സ്ത്രീകളുടെയും പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ഒരു കൂട്ടം യുവാക്കളും യുവതികളും തങ്ങളുടെ അവധിക്കാലം ചെലവഴിക്കാൻ ഒരു ദ്വീപിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ നേരിടുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഒരു നദീതീരത്ത് അവർ അവധിക്കാലം ചെലവഴിക്കാനെത്തുന്നു. ആ സമയം അവിടെ നിന്നിരുന്ന ഒരാളോട് അവർ തിരക്കുന്നു ഈ പ്രദേശത്ത് അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന്. അയാൾ ഒരു ദ്വീപിലോട്ട് കൈച്ചൂണ്ടി പറയുന്നു. അവിടെ നല്ല പ്രദേശമാണെന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുമെന്നും അയാൾ പറയുന്നു. അത് വിശ്വസിച്ച് അവർ അങ്ങോട്ട് യാത്രയിരിക്കുന്നു. യാത്രക്കിടയിൽ അവിടെ നിന്നിരുന്ന ഒരാൾ അവരോട് പറയുന്നു അങ്ങോട്ട് പോകരുതെന്നും അവിടെ പണ്ട് യുദ്ധത്തടവുകാരെ പാർപ്പിച്ച ഇടമാണെന്നും അവിടെ പോയവരാരും ഇതുവരെ തിരികെ എത്തിയിട്ടില്ലെന്നും പറയുന്നു. അതൊന്നും വകവയ്ക്കാതെ അവർ അങ്ങോട്ട് യാത്രയിരിക്കുന്നു. അവരെ അവിടെ കൊണ്ടുപോകാൻ പോകുന്ന ബോട്ടുകാരനും അവരെ വിലക്കുന്നു. സ്ത്രീകൾക്ക് അവിടെ പറ്റിയ പ്രദേശമല്ലെന്ന് അയാൾ പറയുന്നു. ചില യുദ്ധത്തടവുകാർ ഇന്നും അവിടെ ഉണ്ടെന്നും അവർ അക്രമികളാണെന്നും അയാൾ പറയുന്നു. എന്നാൽ അതൊന്നും വില കൊടുക്കാതെ അവർ അങ്ങോട്ട് പോകുന്നു. ദ്വീപിലെത്തിയ അവർ ഓരോ കപ്പിൾസായി തിരിഞ്ഞ് ദ്വീപിൻ്റെ മനോഹാരിത തേടി പോകുന്നു. അതിനിടയിൽ കളിയിലേർപ്പെടാനും അവർ മറന്നില്ല. ദ്വീപിൻ്റെ മനോഹാരിതയിൽ ഒരു നൂൽബന്ധം പോലുമില്ലാതെ അവർ പരസ്പരം കാമക്രീഡയിൽ ഏർപ്പെടുന്നു. സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ സീനുകളാണ്. സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നത തന്നെ ഈ സിനിമയിലൂടെ കാണിക്കുന്നു. പരിപാടി നടത്തുന്ന ഇടയിൽ കഥാനായിക കാട്ടിൻ്റെ ഇടയിൽ ഒരു രൂപത്തെ കാണുന്നു. അതിനെ തിരകെ കഥാനായകൻ പോയിരുന്നുവെങ്കിലും ആരെയും കാണുവാൻ സാധിച്ചില്ല. പേടിച്ചിരണ്ട അവർ തിരികെ ക്യാമ്പ് ചേരുന്ന പ്രദേശത്തേക്ക് പോകുന്നു. അവർ നടന്ന കാര്യം കൂട്ടുകാരോട് പറയുന്നു. ഈ സമയം അവിടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടതായി അവർ മനസ്സിലാക്കുന്നു. ഒരു അമ്പിനാലാണ് അവൻ കൊല്ലപ്പെട്ടത്. അവൻ്റെ കാമുകി പേടിച്ച് നിലവിളിക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവർ ദ്വീപ് മുഴുവനും അരിച്ചു പറക്കുന്നു. ആ സമയം 2 പേർ അവിടെ പാർപ്പിടം കെട്ടി താമസിക്കുന്നതായി അവർ മനസ്സിലാക്കുന്നു. അവർ മീൻപിടുത്തക്കാരാണെന്നും ആ കൊലപാതകത്തെപ്പറ്റി അവർക്കൊന്നും അറിയില്ലെന്നും പറയുന്നു. ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്ന അവർ ആ കൂട്ടത്തിലെ കാമുകന്മാരെ മർദ്ദിച്ച് അവശരാക്കി ബന്ദികളാക്കുന്നു. തങ്ങളുടെ കാമുകന്മാരെ വിട്ടയക്കണമെന്ന് കാമുകിമാർ അപേക്ഷിക്കുന്നു. അങ്ങനെ വിട്ടയക്കണമെങ്കിൽ അവർക്ക് ആ കാമുകിമാരുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നു. അവസാനം യാതൊരു വഴിയുമില്ലാതെ കാമുകിമാർ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആ കാമുകന്മാരുടെ മുന്നിൽ വെച്ച് കാമുകിമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതെല്ലാം ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചാണ് അവർ ഈ പരിപാടി നടത്തുന്നത്. അങ്ങനെ അവർ ആ പരിപാടി നല്ല രീതിയിൽ ആസ്വദിക്കുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടും ആ കാമുകന്മാരെ വിടാൻ ആ ക്രൂരന്മാർ കൂട്ടാക്കുന്നില്ല. കളിയുടെ സുഖം പിടിച്ചു പോയ അവർ തങ്ങളുടെ വെപ്പാട്ടിയായി അവിടെ കഴിയണമെന്ന് കാമുകിമാരോട് പറയുന്നു. ഇത് സമ്മതിക്കാത്ത കാമുകിമാരെ അവർ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ആ സമയം കാട്ടിലുണ്ടായിരുന്ന ഒരു യുദ്ധത്തടവുകാരൻ ഒരു മൽപ്പിടുത്തത്തിലൂടെ അവരെ തോൽപ്പിക്കുന്നു. കാമുകിമാരെയും കാമുകന്മാരെയും അങ്ങനെ അയാൾ മോചിപ്പിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ പറയാം, ഈ സിനിമ മൊത്തം ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ
ദേവദൂതനെ പോലെ വന്ന യുദ്ധത്തടവുകാരൻ പിന്നീട് ചില പരിപാടികൾ നടത്തുന്നു. അതെല്ലാം നിങ്ങൾ ഈ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കൂ. നല്ല രീതിയിലുള്ള കളികൾ ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്റ്ററി ക്രൈം ത്രില്ലർ കളിപ്പടം തപ്പി പോകുന്നവർക്ക് തൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനോട് കൊണ്ടുപോകാവുന്ന ഒരു പടം തന്നെയാണിത്. നമ്മുടെ നാലാമത്തത് ഒരു കിടുപ്പടമാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത പടം. 1975 പുറത്തിറങ്ങിയ ദ സ്റ്റോറി ഓഫ് ആണിത്. ഫാൻറ്റസി എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ഈ പടം നൽകുന്നത്. ഒരു രക്ഷയുമില്ലാത്ത കളികളാണ് ഈ പടം പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് കൊരിന്നി ക്ലേറിയാണ്. നല്ല അടിപൊളി ചരക്ക് നടിയാണ് കൊരിന്നി ക്ലേറി. അവളുടെ പൂർണ്ണ നഗ്ന പ്രദർശനം തന്നെയുണ്ട് ഈ സിനിമയിൽ. അവളുടെ മാത്രമല്ല പലരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യരുത്. ഓ എന്ന കഥാപാത്രത്തിനെയാണ് കൊരിന്നി ക്ലേറി അവതരിപ്പിക്കുന്നത്. അവളെ അവളുടെ കാമുകൻ ഒരു ബംഗ്ലാവിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് അവൻ പോകുന്നു. അവൾ അവിടെ പലരെയും പരിചയപ്പെടുന്നു. അങ്ങനെ അവളുമായി പലതരം കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഓവനെ പോലെ പലതരം പെൺകുട്ടികളുണ്ടായിരുന്നു. അവൾ അവരുമായി ബന്ധപ്പെടുന്നു. പലതരം ലൈംഗിക വിക്രിയകൾ അടങ്ങിയ ഒരു പടമാണിത്. കളിയാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. വേറൊന്നും തന്നെയില്ല ഇതിൽ. നിങ്ങൾ അഞ്ചാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 1993 റിലീസായ ദ ക്രഷ് എന്ന പടത്തിനെയാണ്. അലിക്ക സിൽവർസ്റ്റോൺ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഈ സിനിമയിൽ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. നല്ലൊരു അടിപൊളി ചരക്കാണ്. ആഡ്രിയൻ ഫോറസ്റ്റർ എന്ന അലിക്ക സിൽവർസ്റ്റോൺ അവിടെ വീട്ടിലോട്ട് വാടകയ്ക്ക് കഥാനായകൻ താമസിക്കാൻ വരുന്നു. അവളെ കണ്ടതും നായികയ്ക്ക് അവനോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവൾ അവനെ വളയ്ക്കുവാൻ ശ്രമിക്കുന്നു. കഥാനായകൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കുറച്ച് കൂടുതൽ വർക്ക് അവനോട് ചെയ്യുവാൻ അവരുടെ ബോസ് പറയുന്നു. അവൻ ആ വർക്കുമായി വീട്ടിലിരിക്കുമ്പോൾ കഥാനായിക അവനോട് സംസാരിച്ച് മൂടി പിടിപ്പിക്കാൻ വരുന്നു. പക്ഷേ അവൻ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. പിറ്റേ ദിവസം അവൻ ആ വർക്ക് ബോസിന് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ കാണുന്നു. ബോസ് അവൻ്റെ വർക്ക് കണ്ട് അവനെ അഭിനന്ദിക്കുന്നു. അവൻ്റെ വർക്ക് ആരാണ് ചെയ്തതെന്ന് അവന് മനസ്സിലായില്ല. പിന്നീട് കഥാനായികയെ അവൻ ഒരു പാർട്ടിയിൽ വെച്ച് കാണുന്നു. അവിടെ വെച്ച് അവൾ അവനോട് തൻ്റെ വർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവന് മനസ്സിലാകുന്നു ആരാണ് ആ വർക്ക് ചെയ്തതെന്ന്. പിന്നീട് അവർ തമ്മിൽ കൂട്ടാകുന്നു. ആ പാർട്ടിയിൽ വെച്ച് അവർ മതിമറന്ന് കിസ്സടിക്കുന്നു. ആ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് കഥാനായകൻ നായിക അറിയാതെ അവളുടെ ഡ്രസ്സ് മാറുന്നത് കാണുന്നതാണ്. അവളാണെങ്കിൽ അവന് കാണുവാൻ പാകത്തിന് വിധം നിന്നു കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ അറിയാതെ തന്നെ പരസ്പരം ദാഹങ്ങൾ കൈമാറുന്നു. ഈ സിനിമ മുഴുവനും ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ഇതിനിടയിൽ കഥാനായകൻ വേറൊരു ഓഫീസിലുള്ള കിഡ് പീസുമായി സെറ്റാകുന്നുണ്ട്. അവർ തമ്മിൽ പരിപാടി നടത്തുന്നുമുണ്ട്. അതെല്ലാം കഥാനായിക കാണുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള സംഘടനമാണ് അവസാനം സിനിമയുടെ ക്ലൈമാക്സ്. അലിക്ക സിൽവർസ്റ്റോണിൻ്റെ ആകാരഭംഗിയും സൗന്ദര്യവും ഈ സിനിമയെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക് പോളിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.